പഴയ കാലങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ല. അവിടെ സാധാരണ പോലുള്ള ഒരു വിളക്ക് വെച്ചാൽ അത് ഒരു തിരി മാത്രമേ ഉണ്ടാകൂ, ഒരിക്കലും വെളിച്ചം കാണില്ല. നന്നായി വെളിച്ചം കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ധാരാളം തിരികൾ വെക്കാൻ സൗകര്യമുള്ള നിലവിളക്ക്. മഹാന്മാരുടെ മക്ബറകളിൽ നിലവിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല, മഹാന്മാരോടുള്ള ആദരവ് കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ദിശയിലേക്ക് അതിൻ്റെ തിരി വരുന്നത്, അതിൻ്റെ ജ്വാല വരുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ കാരണമാകുന്നതാണ്. അപ്പോൾ ഒരു കത്തിക്കുന്ന ദിശയിലാവട്ടെ, ഇതിൻ്റെ തിരികളുടെ എണ്ണത്തിലാവട്ടെ, ഗുണവും ദോഷവും ഉദ്ദേശിക്കുന്ന ആരാധനയാണ് യഥാർത്ഥത്തിൽ. ഇത്രയും ഉയർന്ന സംവിധാനങ്ങളിലൊരു കാലത്ത് എന്തായാലും ഇപ്പോൾ ഒരു വെളിച്ചത്തിന് വേണ്ടി അത് പ്രസക്തിയല്ല. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു മുഷാവറ സമസ്ത കൂടിയിട്ട് എന്ത് ചെയ്യട്ടെ, നമുക്ക് എല്ലാ ജാറങ്ങളിൽ നിന്നും നിലവിളിക്ക് എടുത്തൊഴിവാക്കാം എന്നൊരു തീരുമാനം കൂടി വരികയാണെങ്കിൽ എന്തായി, ഇതിൽ വലിയ ആശ്വാസമായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വിശേഷിച്ചും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി, ഒരു MLA ഇവിടെ ഒരു നിലവിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ. അപ്പോൾ അതിൽ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിൽ ഇത് ഒരു ആചാരം ആകുമോ, അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണോ എന്നൊക്കെ തുടങ്ങിയ, ഒരു മുസ്ലിം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലവിളക്ക് കൊളുത്തുക എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് ചർച്ചകൾ പറയുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, മുമ്പും ഇത്തരത്തിലുള്ള ചർച്ചകൾ എമ്പാടും ഉണ്ടായിട്ടുണ്ട്, പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് വീണ്ടും ഒരു ചർച്ചയായിരിക്കുകയാണ്. ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ ഈ നിലവിളക്കുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസ ആചാരങ്ങൾ, അതിലൊക്കെ എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അതിൽ ഒരു ക്ലിപ്പ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ പ്രചരിച്ച ഒരു വീഡിയോ ശകലമാണ്. അത് കേട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അവിടെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ നടക്കുന്ന വിവാദം. നിലവിളക്ക് മക്കാമിലില്ലേ, നിലവിളക്ക് അവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഉണ്ട്. നിലവിളക്കിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, പഴയ കാലങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ല, പെട്രോമാക്സ് ഇല്ല, അങ്ങനത്തെ ആധുനിക വെളിച്ചത്തിനുള്ള ഒരു സംവിധാനമില്ലാത്ത ആ കാലഘട്ടത്തിൽ ആളുകൾ ധാരാളം കൂടുന്ന സ്ഥലങ്ങൾ, മക്കാമായിരുന്നാലും ശരി, ദർസായിരുന്നാലും ശരി, റാത്തിബ് സദസ്സായിരുന്നാലും ശരി, അവിടെ സാധാരണ പോലുള്ള ഒരു വിളക്ക് വെച്ചാൽ അത് ഒരു തിരി മാത്രമേ ഉണ്ടാകൂ, ഒരിക്കലും വെളിച്ചം കാണില്ല. നന്നായി വെളിച്ചം കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ധാരാളം തിരികൾ വെക്കാൻ സൗകര്യമുള്ള നിലവിളക്ക്. അപ്പുറത്തും ഇപ്പുറത്തും അപ്പുറത്തും തിരികൾ, അടുത്ത തട്ടിലും തിരികൾ വെക്കാൻ നല്ല വെളിച്ചത്തിന്റെ പ്രളയം സൃഷ്ടിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മക്കാമുകളിൽ ധാരാളം സന്ദർശകർ അക്കാലത്ത് തന്നെ ഉണ്ട്. മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങൾ എത്ര മക്കാമുകളെ ശിർക്കാക്കി ചിത്രീകരിച്ചാലും ശരി, മഹാത്മാക്കളുടെ മസാറുകളും മക്കാമുകളും ആ കാലത്ത് നിലവിളക്കുകൾ കൃത്യമായി വെച്ചിരുന്നു. രാത്രി ആളുകൾ സിയാറത്തിന് നാളേക്ക് സന്ദർശിക്കുന്ന വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി ധാരാളം നന്നായി നിലവിളക്കുകൾ വെച്ചിരുന്നു, അത് കത്തിച്ചിരുന്നു. അതിലുപയോഗിക്കുന്ന എണ്ണ ആളുകൾ ബറക്കത്തെടുത്തിരുന്നു. ഇന്നും പഴയ കാലത്ത് ആ ബറക്കത്ത് തുടരാൻ വേണ്ടി ആ നിലവിളക്കുകൾ ഒഴിവാക്കിയിട്ടില്ല, അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ബറക്കത്തിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മക്കാമുകൾ നിലവിളക്ക് വരാൻ കാരണം. അപ്പോൾ മുസസലായി കേട്ടല്ലോ, ഇത് ന്യായീകരിച്ച് പരിഹാസ്യമാകുന്ന അവസ്ഥയാണ്. ഇത് മാത്രമല്ല, വേറെയും ആളുകൾ ഇതുപോലെ തന്നെ അത് ഒരു ആചാരമായിട്ടാണെങ്കിലാണ് പ്രശ്നം, നേരെ മറിച്ച് വെളിച്ചത്തിനാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ന്യായീകരണങ്ങൾ വേറെ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ ചോദിച്ച പോലെ തന്നെ ഇസ്ലാമിൽ ഈ നിലവിളക്കും അതുമായി ബന്ധപ്പെട്ട വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ എന്തെങ്കിലും സ്ഥാനമുണ്ടോ, എന്തെങ്കിലും ബന്ധം ഈ ദീനുമായിട്ട് ഇതിനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചർച്ച ചെയ്യേണ്ടത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഇവിടെ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത്, അല്ലെങ്കിൽ സമൂഹം ബോധവാന്മാരാകേണ്ടത് ഒരു മുസ്ലിം ആരാണ് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ ജീവിതത്തെ സമർപ്പിച്ചവൻ എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഖുർആൻ ആവർത്തിച്ച് ഉണർത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിച്ചവരാണ്. അപ്പോൾ ഈ കാര്യം ഖുർആൻ പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാം, ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുക, അള്ളാഹുവിലുള്ള വിശ്വാസം. അത് കഴിഞ്ഞാൽ പ്രവാചകന്മാരിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുക, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലുള്ള വിശ്വാസങ്ങളെല്ലാം പ്രഖ്യാപിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം വളരെ ഉറപ്പോടെ പ്രഖ്യാപിക്കുന്നത്. വനഹ്നു ലഹു മുസ്ലിമൂൻ, അഥവാ എല്ലാ നിലക്കും അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹുവിനെ അനുസരിച്ച് അവന് കൊടുക്കേണ്ട ആരാധനകൾ അത് അവൻ്റെ മുമ്പിൽ മാത്രം സമർപ്പിച്ച് ജീവിക്കുന്ന ശൈലിയാണ് ആരുടേത്, ഒരു മുസ്ലിമിൻ്റെ ജീവിത ശൈലി എന്നത്. ഈ ബോധം ഒരിക്കലും യഥാർത്ഥ മുസ്ലിം തെറ്റിക്കാൻ പാടില്ല, എവിടെയും തെറ്റിക്കാൻ പാടില്ല.
അവൻ സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും നാട്ടിലാണെങ്കിലും ഏത് സംസ്കാരത്തിൻ്റെ കൂടെ ജീവിക്കേണ്ടി വരികയാണെങ്കിലും ഈ ബോധം തെറ്റി എന്ത് ചെയ്യാൻ പാടില്ല, അവൻ ജീവിക്കാൻ പാടില്ല. മാത്രവുമല്ല നമ്മൾ ജീവിക്കുന്ന നാട് അത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ അതുപോലെ തന്നെ പല ആശയക്കാർ അടങ്ങുന്ന ഒരു നാടാണ്. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് നമ്മുടേത്. എല്ലാവർക്കും അവരുടെ ആശയങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും കൊണ്ടു നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇസ്ലാമിൻ്റെ വക്താക്കൾക്ക് അത് തുറന്നു പറയാനും പ്രചരിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ ഇടക്കിടക്ക് ഇപ്പോൾ ഈ മുഴ ഉണ്ടാകുന്ന പോലെയാണ്, ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ മുഴ വരുന്ന പോലെ ഇടക്കിടക്ക് ഇങ്ങനെ പൊന്തി വരും ഇങ്ങനെയുള്ള ചർച്ചകൾ. അത് പിന്നെ മെല്ലെ താഴ്ന്നു പോവുകയും ചെയ്യും. അപ്പോൾ അഹ്ലുസുന്നയുടെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് എപ്പോൾ പൊന്തി വന്നാലും താഴ്ന്നു പോയാലും നിലപാടൊന്നാണ്, യാതൊരു മാറ്റമില്ല. പൊന്തി വരുമ്പോൾ ഒരു നിലപാട്, താഴ്ന്നു പോകുമ്പോൾ ഒരു നിലപാട്, അങ്ങനെയില്ല. ഇനി അതുമല്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താണ് നിലവിളക്ക്, എന്തിനാണ് നിലവിളക്ക്, അതുപോലെ തന്നെ ഇത് ആരുടെ ആചാര ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആർക്കും അറിയാം. ഒരു നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന ആളോടും ഗ്രാമപ്രദേശത്ത് അല്ലെങ്കിൽ പട്ടണത്തിൽ എങ്ങനെ ജീവിക്കുന്ന ഏത് മേഖലയിൽ ഇടപെടുന്ന ആളോട് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ഏകദേശം ഒന്നായിട്ടേ വരുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ജൂത ക്രൈസ്തവ ഹൈന്ദവ വിഭാഗങ്ങൾ അവരുടെ ദേവാലയങ്ങൾ, ആരാധനാ സ്ഥലങ്ങൾ, അതുപോലെ അവരുടെ ആഘോഷ സരസ്സുകൾ, പ്രത്യേക അവരുടേതായ പരിപാടികൾ, അതിലൊക്കെ അവർക്കുള്ളൊരു വിശ്വാസമാണ്. അവർ വളരെ ആദരവോടെ പ്രാധാന്യത്തോടെ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്. സമയം വെച്ചും ഒക്കെ അവർ ഉപയോഗിക്കുന്ന ഒരു രീതി, പ്രത്യേകിച്ച് ഹൈന്ദവ വീടുകളിലൊക്കെ വൈകുന്നേരമായി കഴിഞ്ഞാൽ അത് അവരുടെ ഉറച്ച വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമുക്ക് കടമെടുക്കുക അല്ലെങ്കിൽ പകുത്തെടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിൻ്റെ ആരാധനകൾ എന്താണ്, അനുഷ്ഠാനങ്ങൾ എന്താണ്, ആഘോഷങ്ങൾ എന്താണ്, ആചാരങ്ങൾ എന്താണ്, അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അതേപോലെ തന്നെ സ്വീകരിക്കേണ്ട രീതി എന്താണ്, കൊണ്ടാടേണ്ട രീതി എന്താണ്, ഇത് കൃത്യമായി പഠിപ്പിച്ച ഒരു ഭദ്രമായ ഘടനയാണ് ഇസ്ലാമിൻ്റെത്. അതെവിടെയും പൊളിക്കേണ്ട ആവശ്യമില്ല, എവിടെയും തകർക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഇനി പുതിയൊരു സംഗതി ചേർക്കേണ്ട ആവശ്യമില്ല, ഉള്ളൊന്നിനെ മാറ്റേണ്ട ആവശ്യമില്ല. എവിടെ ഒരു മരണ വീടാണെങ്കിലും കല്യാണ വീടാണെങ്കിലും അങ്ങാടിയാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ഭദ്രതയ്ക്ക് യാതൊരു തകരാറും നമ്മൾ വരുത്തേണ്ട ആവശ്യമില്ല. അത്ര ഉറപ്പുള്ളതാണ്. മാത്രവുമല്ല ഇസ്ലാമിൻ്റെ ഒരു സവിശേഷത, ഇസ്ലാമിൻ്റെ ഒരു തെളിഞ്ഞ മുഖം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സമൂഹമാകുമ്പോൾ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലൊക്കെ ഇടപെടുന്ന ആളുകളുണ്ടാവും, മുസ്ലിങ്ങളും അല്ലാത്തവരൊക്കെ സജീവമായി ഇടപെടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മുസ്ലിങ്ങളായ ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളായി സമൂഹത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവരോട് വളരെ ഗുണകാംക്ഷയോടുകൂടി അതിൻ്റെ തെറ്റെന്താണ്, അല്ലെങ്കിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് ഗുണകാംക്ഷയോടെ തിരുത്തി കൊടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് ആ നിലക്ക് തന്നെ സ്വീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ബോധമുള്ള ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ ഇത്തരം മേഖലകളിൽ ഇടപെടുന്ന ആളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇസ്ലാമിൻ്റെ പ്രത്യേകത അനസിഹത്താണ്. അദ്ദീനു അന്നസിഹ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രത്യേകം അയിമത്തിനെ പറഞ്ഞു, അതേപോലെ ആമത്തുനാസിനെ പറഞ്ഞു. ഇത് നേതാക്കളായി വരുന്നവർ, അതേപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരോടൊക്കെ ഒരു നസീഹത്തോടു കൂടി ഇത് പറഞ്ഞു കൊടുക്കലും തിരുത്തി കൊടുക്കലും ഒക്കെ ഇസ്ലാം ഒരു മുഖമായി തന്നെ ആ ഗുണകാംക്ഷയുടെ മുഖം നമുക്ക് തെളിഞ്ഞു കാണാം. അപ്പോൾ ആ നിലക്കുള്ള ഇടപെടലുകൾ പ്രാമാണിക ബോധമുള്ള, ആദർശബോധമുള്ള, ഇസ്ലാമിനോട് കൂറും കടപ്പാടും ഒക്കെയുള്ള ആളുകൾ എന്ത് ചെയ്യും, എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ നേരിട്ട് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതുപോലെ മാന്യമായ നിലക്ക് പ്രതികരണങ്ങൾ അറിയിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യും, അതറിയിക്കും. അത് പതിവായി വരുന്ന സംഗതിയാണ്, ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ ഇവിടെ വേറെ ഒരു സംഗതി, അല്ലെങ്കിൽ ഒരു കള്ളക്കടത്ത് എന്ന് പറയാം, അങ്ങനെ ഉണ്ടല്ലോ, ഒരു കള്ളക്കടത്ത്. അതിവിടെ എന്താ വെച്ചാൽ, ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ സമസ്ത മുസ്ലിയാക്കന്മാർ അവർ കുറേ വിമർശനങ്ങൾ കൊണ്ട് ഉറഞ്ഞു തുള്ളും, ഭയങ്കര വിമർശനങ്ങൾ പറഞ്ഞിങ്ങനെ തുള്ളും.
അതേപോലെ തന്നെ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഉത്സാഹം കാണിക്കും. ഇപ്പോൾ ഈ നിലവിളക്ക് വിഷയം വന്നപ്പോൾ സംഭവിച്ചത് അതാണ്. സമസ്ത മുഷാവറ വരെ കൂടി എന്നാണ് പറഞ്ഞത്. മുഷാവറ കൂടിയിട്ട് പിന്നെ കൊളുത്താം എന്ന് പറയലാണ് തെറ്റ്, കത്തിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെയൊക്കെയാണ് വാർത്ത വന്നത്. പിന്നെ അവരുടെ പത്രമായ സിറാജിൽ പിന്നെ അനിസ്ലാമിക ആചാരങ്ങൾ വർജിക്കുക സമസ്ത എന്ന് പറഞ്ഞിട്ട് അവിടെ നിലവിളക്ക് കത്തിക്കൽ ഒരു പ്രത്യേക മതചടങ്ങായി കാലങ്ങളായി കത്തിക്കൽ എന്നാണ് പറഞ്ഞത്. എന്നാൽ അതേ കാര്യത്തെപ്പറ്റി മാധ്യമത്തിൽ വാർത്ത വന്നപ്പോൾ എന്ത് ചെയ്തു? മതാചാരമെന്ന നിലയിൽ നിലവിളക്ക് കൊളുത്തരുത്, വെളിച്ചത്തിനാണെങ്കിൽ കൊളുത്താം. അപ്പോൾ ഈ രണ്ട് വാർത്തയും വെച്ചിട്ട് ചില ആളുകൾ, അപ്പോൾ നമ്മൾ നേരത്തെ കേട്ട പിന്നെ സംസാരം അതിൽ മൂപ്പര് തമാശ പറയണത് പിന്നെ കത്തിക്കാം എന്ന് പറഞ്ഞതിനെ മനഃപൂർവ്വം കൊളുത്താം എന്നാക്കി തെറ്റിദ്ധരിപ്പിക്കലാണ്. അയാൾക്ക് മലയാള ഭാഷ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇതേ കാര്യത്തിന് കൊളുത്താം, അതേപോലെ കത്തിക്കാം, വേറെ പല പദങ്ങളും പ്രയോഗിക്കും. അപ്പോൾ കൊളുത്താം എന്ന് പറഞ്ഞാലും കത്തിക്കാം എന്ന് പറഞ്ഞാലും സംഗതി ഒന്ന് തന്നെയാണ്, അതിലും ഇതൊന്നുമില്ല. പക്ഷെ അത് ഇയാൾക്ക് തിരിയാത്തത് കൊണ്ടാകാം ആ ഒരു തമാശ അയാൾ പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വിട്ടു. മാത്രവുമല്ല ഇവിടെ നമ്മൾ ഇപ്പോൾ ഇവർ പിന്നെ വിമർശിക്കുന്ന ഈ സംഗതി എന്താണ്? നിലവിളക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള സമസ്തയുടെ ഒരു മുഖമുദ്രയാണ് ജാറങ്ങളും അതേപോലെ ഈ മക്ബറകളും. ലോകത്ത് ഷിയാക്കളും സൂഫികളുമാണ് ഇതിൻ്റെ നേതൃത്വം വഹിച്ചവർ. ഇതുണ്ടാക്കിയത് അവരാണ്, പ്രചരിപ്പിച്ചവർ. ഇസ്ലാമുമായിട്ട് ജാറങ്ങൾക്കും മക്ബറകൾക്കും യാതൊരു ബന്ധമല്ല. ഒരാൾ മരണപ്പെട്ടാൽ അയാളെ എവിടെയാണോ കബറടക്കുക അത് സംഭവിക്കുന്നല്ലാതെ അതിനെ ഒരു കേന്ദ്രമാക്കി മാറ്റി അത് പണ്ഡിതനാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഒരു സംസ്കാരം ഇസ്ലാമിനില്ല. എന്നാൽ സമസ്തയുടെ മുഖമുദ്രയാണ് ജാറങ്ങളും പിന്നെ മക്ബറകളും. അവിടെ പിന്നെ അവർ പ്രതിഷ്ഠിച്ച് വെച്ച ഒരു വസ്തുവാണ് നിലവിളക്ക്, അങ്ങനെ തന്നെ പറയാം. അവിടെ സ്ഥാപിച്ചു വെച്ചതാണ്. അത് കത്തിച്ച് അതിന് വേണ്ട എല്ലാ ഭംഗിയും തുടച്ച് മിനുക്കി തേച്ച്. ഇപ്പോൾ ഈ അടുത്ത് വന്ന ജാറാണ് മംഗലാപുരത്തെ കൂറത്തങ്ങൾ ജാറ്, ഉള്ളാൾ തങ്ങളുടെ മകൻ. ആ ജാറത്തിലും നിലവിളക്കുണ്ട്. അപ്പോൾ ഇത് ഈ പ്രത്യേകം എടുത്ത് പറയാൻ വെച്ചാൽ ഇതിൽ സമസ്തയുടെ നയം അല്ലെങ്കിൽ അവരുടെ വിശ്വാസം എന്താണ് അവരാണല്ലോ പറയേണ്ടത്. എന്തിനാണ് ജാറങ്ങളിൽ അവർ നിലവിളക്ക് കത്തിക്കുന്നത് അല്ലെങ്കിൽ വെക്കുന്നത്? ഇത് സുന്നി വോയിസാണ്. 1986 നവംബർ അവസാന ലക്കം സുന്നി വോയിസാണ്. ഇതിൻ്റെ 10ാമത്തെ പേജിലൊരു ചോദ്യം: മഹാന്മാരുടെ മക്ബറകളിലും ചില പള്ളികളിലും നിലവിളക്ക് കത്തിക്കുക പതിവുണ്ട്. വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും ഇത് കത്തിക്കുന്നു. പിന്നെ ഇത് അനുവദനീയമാണോ? ആവശ്യത്തിന് എണ്ണ കത്തിക്കാമോ എന്ന ചോദ്യം. അപ്പോൾ ഉത്തരം തരുമോ? മഹാന്മാരുടെ മക്ബറകളിൽ നിലവിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല, മഹാന്മാരോടുള്ള ആദരവ് കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും പ്രസ്തുത വിളക്ക് കത്തിക്കുന്നത്. അത് അനുവദനീയമാണെന്ന് മാത്രമല്ല പുണ്യകർമ്മവും കൂടിയാണ്. അപ്പോൾ അതിനെണ്ണയും നേർച്ചയാക്കാവുന്നതാണല്ലോ. അതെ, ഇതിൽ അനുവദനീയമായി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ 5 വിധികളിൽ ഒരു വിധിയാണ് അനുവദനീയം. ജാറങ്ങളിൽ വിളക്ക് കത്തിക്കൽ, മക്ബറകളിൽ വിളക്ക് കത്തിക്കൽ ജാറങ്ങൾ തന്നെ ഹറാമാണ്. ആ ഹറാമിൻ്റെ ഉള്ളിൽ പിന്നെ ജായിസ് എങ്ങനെ ഉണ്ടാകുക? അപ്പോൾ അതൊരിക്കലുമില്ലല്ലോ. പിന്നെ മാത്രമല്ല ഇതിനെ ന്യായീകരിക്കാൻ ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞത്, ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോഴും ഈ അമ്പലക്കട് ഫൈസി അടക്കം പറഞ്ഞത് വെളിച്ചം കിട്ടാനാണ്. പണ്ട് മുതലേ വെളിച്ചമില്ല, പല സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്ത് അന്ന് കുറേ തിരി കത്തിച്ചാൽ തട്ടുതട്ടായി കത്തിച്ചാൽ വെളിച്ചം കൂടുമല്ലോ എന്നാണ്. ശരിക്കും എന്താ വെച്ചാൽ ഒരു സാധാ വിളക്കിൻ്റെ തിരി കുറച്ച് നീട്ടിയാൽ എന്താവും? അതിനേക്കാൾ വെളിച്ചം കിട്ടും. അത് ഇയാൾ മനസ്സിലാക്കണില്ല. ഇനി അതുമല്ല, ഇയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ എത്ര വീടുകളിൽ നിലവിളക്കുണ്ടാകണം എന്നൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. പഴയ വീടുകളിലൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യത്തിന്. അതേപോലെ പള്ളികളിലേക്ക് ആളുകൾ വരുന്നു നിസ്കരിക്കാൻ, അവർക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി നിലവിളക്ക് പള്ളിൻ്റെ മുമ്പിൽ എവിടെയെങ്കിലും കത്തിച്ചൊരു സംഭവം ഉണ്ടോ? പിന്നെ ഇവർ നടത്തുന്ന റാത്തീബിലും മറ്റൊക്കെ ഉണ്ടാവും, കാരണം അതൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കും, അതുകൊണ്ട് അത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ പിന്നെ പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, ഈ മറ്റു മതസ്ഥരുടെ ആചാര ആഘോഷങ്ങളെ പിൻപറ്റി പോകുന്ന ഈ സമ്പ്രദായത്തെ ഇവർ ന്യായീകരിക്കുന്നത്. പിന്നെ മാത്രവുമല്ല ഇവിടെ വേറൊരു സംഗതി എന്താ വെച്ചാൽ അതിലെ എണ്ണ, ഇപ്പോൾ ഈ സംസാരത്തിൽ അയാൾ പറഞ്ഞു അതിലെ എണ്ണ ബർക്കത്തിന് വേണ്ടി ഈ ആളുകൾക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടി കത്തിച്ചൊരു കേവല വിളക്കാണെങ്കിൽ പിന്നെ അതിലെ എണ്ണയ്ക്ക് എന്ത് ബർക്കത്താണ്? അപ്പോൾ അതുമെന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ ഇത് പ്രത്യേക ലക്ഷ്യത്തിനാണ് ഈ സംഗതി കൊണ്ടു നടക്കണം എന്നുള്ളത്. ഇനി അതുമല്ല, ഇവർ പറഞ്ഞ ഈ ഉഡായിപ്പ് ന്യായീകരണം,
അതായത് വൈദ്യുതിക്ക് വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ കൂറത്തങ്ങളെ ജാറത്തിൽ എന്തിനാ എല്ലാ അലങ്കരിക്കപ്പെട്ട ലൈറ്റുകളും അതേപോലെ ഏറ്റവും മുന്തിയ തരം ബൾബുകളൊക്കെ ഇറങ്ങിയ കാലമാണ്. ഒരു സാധാ ബൾബ് വെച്ചാൽ പോലും ഈ നിലവിളക്കുമ്പോൾ കത്തുന്ന വെളിച്ചത്തേക്കാൾ വെളിച്ചം കിട്ടും. അങ്ങനത്തെ ഒരു കാലത്ത് ഈ നിലക്കുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് ഈ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത മറ്റു മതസ്ഥരുടെ അടയാളമായി അവർ പ്രത്യക്ഷത്തിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളെ പിന്നെ ഇങ്ങനെ ദീനിൻ്റെ വഴിയിലേക്ക് വലിച്ചു കൊണ്ടുവരിക എന്നത് വലിയൊരു ഭോഷത്വമാണ്. കാരണം ഇത് അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടത് ഇങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നു. അതാണ് മഹാത്മാ ബർക്കത്ത് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞത്. ഇനി മാത്രവുമല്ല, ഇവർ വലിയ കാര്യമായി പറയുന്ന അവകാശപ്പെടുന്ന മദ്ഹബാണ് ഷാഫിഈ മദ്ഹബ്. ആ മദ്ഹബിൻ്റെ നിലപാട് പോലും ഇവർക്ക് അനുകൂലമല്ല. ഇപ്പോൾ ഇത് അസ്സവാജിർ വൻപാപങ്ങളെക്കുറിച്ച് ഇവരുടെ വളരെ വേണ്ടപ്പെട്ട ഷെയ്ഖാണ് ഇബ്നു ഹജർ ഹൈത്തമി, അദ്ദേഹം എഴുതിയ കിതാബാണ്. ഈ കിതാബിന് 2 സ്ഥലങ്ങളിൽ വലിയ പാപമായി, അതായത് 93, 4, 5, 6, 7, 8 പാപങ്ങളായി എണ്ണിയത്, ഒന്ന് ഖബറുകളെ പള്ളികളാക്കുക, അതുപോലെ വയ്യഖാദു സുർജ് വിളക്ക് കത്തിക്കുക, ഈ ജാറങ്ങളിൽ മക്ബറുകളിൽ വിളക്ക് കത്തിക്കുക, എന്നിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നാൽ വീണ്ടും ഇതേ കാര്യം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 2 സ്ഥലങ്ങളിൽ ഈ പിന്നെ അവിസുർജ് അലൽ ഖുബൂർ ഖബറുകളിൽ വിളക്ക് കത്തിക്കലുമായി ബന്ധം. അപ്പോൾ ഇതൊക്കെ വൻപാപങ്ങളിൽ പെട്ടതായി വരെ പഠിപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പിന്നെ കട്ടുകടത്തുന്ന രീതി, അത് ഒരിക്കലും യഥാർത്ഥ അഹ്ലുസുന്നയുടെ വക്താക്കൾ പിന്നെ അനുകൂലിക്കുകയില്ല, അതിനെ പ്രാമാണികമായി തന്നെ നേരിടും. അതുകൊണ്ട് എന്ത് പിന്നെ ദുർബല ന്യായീകരണങ്ങൾ പറഞ്ഞാലും അതുകൊണ്ടൊന്നും ഈ ഒരു പിന്നെ തെറ്റായ കാര്യത്തെ ഒളിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വളരെ ക്ലിയറാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. മുസ്തഫനെ, ഇതിൽ ഇസ്ലാമുമായി ഇതിന് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളത് ക്ലിയറാണ്. എന്ന് മാത്രവുമല്ല, ഇത് ഒരു ഇസ്ലാമിൻ്റെ ഒരു വലിയ അടയാളമായിക്കൊണ്ട് ഇതേപോലെ ജാറം ഇതേപോലെ ഇങ്ങനെ കൊണ്ടുവന്നു. ഇനി അവിടെയും ഇങ്ങനൊരു വിളക്ക് പ്രതിഷ്ഠിച്ച് അതിങ്ങനെ ഒരു വലിയ അടയാളമായി ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയായിട്ട് കൊണ്ടുവരുമ്പോൾ അതിൽ ചില അപകടങ്ങൾ കൂടിയില്ലേ? അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഒരു സത്യവിശ്വാസി അവൻ്റെ വിശ്വാസരംഗത്തെ കൃത്യമായ കാഴ്ചപ്പാട് ഇസ്ലാം പഠിപ്പിച്ചത് മൂസ സലഹിക്കാര ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഒരു സ്വച്ഛതയുള്ള തെളിച്ചമുള്ള ഒരു നിലപാടാണ് വിശ്വാസരംഗത്ത് ഒരു സത്യവിശ്വാസിക്ക് തീർച്ചയായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ട ആ വോയിസിൽ തന്നെ വെളിച്ചത്തിനാണെങ്കിൽ കത്തിക്കാം എന്ന് പറഞ്ഞ് മുഖം മിനുക്കുമ്പോഴും മറുഭാഗത്ത് ഇതൊക്കെ പുണ്യകരമാണ്, ബർക്കത്ത് കിട്ടുന്ന കാര്യങ്ങളാണ് എന്നടക്കം പറഞ്ഞു വെച്ചത് തീർത്തും വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു പുണ്യമാണെങ്കിൽ അതിൽ മതത്തിൻ്റെ പ്രമാണം കാണണം. കാരണം അള്ളാഹുവിൻ്റെ റസൂലോ ഇതൊരു പുണ്യകരമായ കാര്യമായി പഠിപ്പിച്ച ഏതെങ്കിലും ഒരു സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കണം. അതില്ലെന്നു മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബഹുമത സമൂഹത്തിൽ ഇഴകിച്ചേർന്ന് ജീവിക്കുമ്പോൾ പല ആചാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംഭവിക്കും. അതിനെതിരെ ശക്തമായ ജാഗ്രത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലാ തഖൂമു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ വഹത്താ യുഅബദൽ അസ്നാം. ഒരു സമൂഹത്തിൽ അസ്നാമുകളെ, വിഗ്രഹാരാധന വരെ മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വരാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് നിശ്ചിത വിഭാഗക്കാരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഗ്രതാ നിർദ്ദേശം നൽകുമ്പോൾ ഒരു നിലവിളക്ക് മുസ്ലിം സഹോദരങ്ങൾ തന്നെ അവർക്ക് അവരുടെ വിശ്വാസം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവരുടെ വിശ്വാസപ്രകാരം തന്നെ യഥാർത്ഥത്തിൽ ഒരു നിലവിളക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു ത്രിമൂർത്തി പ്രതീകമാണെന്നാണ്. അതായത് സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ മൂർത്തികളായി അറിയപ്പെടുന്ന ബ്രഹ്മാവ്, മഹാവിഷ്ണു, പരമശിവൻ എന്നീ പറയുന്ന വിളിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന മൂർത്തികളുടെ പ്രതീകമാണ് ഈ നിലവിളക്ക് എന്നുള്ളതാണ്. അതായത് അതിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെ കുറിക്കുമ്പോൾ അതിൻ്റെ തണ്ട് ഭാഗം മഹാവിഷ്ണുവിനെ കുറിക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം പരമശിവനെ കുറിക്കുമ്പോൾ ഈ 3 മൂർത്തികളുടെയും ഒരു പ്രതീകമായി അസ്തിത്വത്തിൽ തന്നെ ഒരു വിഗ്രഹ വസ്തുവാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നിലവിളക്ക് എന്ന് പറയുന്നത്. മാത്രമല്ല അത് കത്തിക്കുന്നിടത്ത് അതിൻ്റേതായ തിരികളിൽ ഒരു വിശ്വാസമുണ്ട്.
ഇപ്പോൾ ഒരു തിരിയിട്ട് കത്തിക്കാൻ പാടില്ല എന്ന് പറയാം. എന്തുകൊണ്ട്? അത് രോഗങ്ങൾക്ക് കാരണമാകും, രോഗങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് ഒരു തിരിയിട്ട് കത്തിച്ചാൽ. 2 തിരിയിട്ട് കത്തിക്കുന്നത് ഒരു കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാനും ധനലാഭമുണ്ടാകാനും കാരണമാണെന്നാണ്. അതേപോലെ തന്നെ 5 തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും ഒരാൾക്ക് വന്നു കിട്ടും എന്നാണ് അവരുടെ വിശ്വാസം. ഇത് കത്തിക്കുന്ന ഇതിൻ്റെ ജ്വാല കിഴക്ക് ഭാഗത്തേക്ക് വന്നാൽ അതുവഴി ഒരാളുടെ എന്താ പറയുക ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകും എന്നാണ് വിശ്വാസം. അത് പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്തേക്ക് സന്ധ്യാസമയത്ത് കത്തിക്കുന്നത് വളരെ അത്യുത്തമമാണ് എന്നും, അതേപോലെ തന്നെ വടക്ക് കിഴക്ക് ദിശയിലേക്ക് അതിൻ്റെ തിരി വരുന്നത്, അതിൻ്റെ ജ്വാല വരുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ കാരണമാകുന്നതാണ്. അപ്പോൾ ഒരു കത്തിക്കുന്ന ദിശയിലാവട്ടെ, ഇതിൻ്റെ തിരികളുടെ എണ്ണത്തിലാവട്ടെ, ഗുണവും ദോഷവും ഉദ്ദേശിക്കുന്ന ആരാധനയാണ് യഥാർത്ഥത്തിൽ. ഇസ്ലാം വ്യക്തമാണ് ഈ വിഷയത്തിൽ. സൃഷ്ടിയെ ആരാധിക്കുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അഗ്നിയെ അല്ല ആരാധിക്കേണ്ടത്, അഗ്നിയെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ്. കടലിന് പിറകിൽ ഒരു ഉപദൈവത്തെ സങ്കല്പിച്ച് ആരാധിക്കുന്നതിന് പകരം കടലിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ഭൂമിയെ ആരാധിക്കുന്നതിന് പകരം ഭൂമിയെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. അത് ഇപ്പോൾ ഭാരതാംബയെ ആരാധിക്കുന്ന, അതിനെ ഞാൻ പൂജിക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള പാട്ടുകളടക്കം കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ നാനാജാതി മതസ്ഥരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന വിദ്യാലയങ്ങളിലേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും ഇസ്ലാമിന് ഈ ഒരു വിശ്വാസത്തെ അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ലല്ലോ. കാരണം എന്താ? ഭൂമിയെ സൃഷ്ടിച്ച, ഭാരത മണ്ണിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരം ആരാധനകളുടെ വിഷയത്തിൽ ഖുർആൻ പറഞ്ഞാൽ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അതിൻ്റെ തഫ്സീറുകളിൽ കാണാം, നിങ്ങൾ ആരാധിക്കുന്ന ആരാധനയെയും ഞാൻ സ്വീകരിക്കൂല, നിങ്ങളുടെ ആരാധ്യന്മാരെയും ഞാൻ സ്വീകരിക്കൂല. അതായത് വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ ആ ആരാധ്യ വസ്തുവിനെ എനിക്ക് വേണ്ട. കാരണം ഞാൻ ആരാധിക്കുന്നത് കല്ലിനെയും മണ്ണിനെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ്. അതുകൊണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം. വഅന അഅ്തസിലുക്കും, ഞാനിതാ ഞാൻ പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്നു. വമിമ്മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും ആരാധനയിൽ നിന്നും. ഇത് നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പിന്നെയും പറഞ്ഞു ഫജ്തനിബു അർരിജ്സ മിനൽ ഔസാൻ, ആരാധിക്കപ്പെടുന്ന വിഗ്രഹ പ്രതീകങ്ങളെയോ വസ്തുക്കളെയോ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരംശം പോലും നിങ്ങൾ സ്വീകരിക്കാതെ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാണ് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ ഒരു ആരാധ്യ വസ്തുക്കളായി ഒരു ജനത ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ അതിനെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രതീകങ്ങളായി കൊണ്ടുവരികയും അതിൽ നിന്ന് ബറക്കത്ത് നൽകപ്പെടുന്നു എന്ന് പറയുമ്പോൾ യാതൊരു പ്രമാണ പിന്തുണയോ പ്രവാചക അധ്യാപനങ്ങളോ ഇല്ലാത്ത ഇത്തരം വിശ്വാസങ്ങളെ തൊട്ട് വിശ്വാസികൾ കടുത്ത ജാഗ്രത പുലർത്തണം എന്നാണ് ഖുർആൻ ആവശ്യപ്പെട്ടത്. ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലക്കും ശിബ്റൻ ബിശിബ്ർ ദിറാഅൻ ബിദിറാ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി മറ്റുള്ളവരുടെ ആചാരാനുഷ്ഠാന ആഘോഷ സമ്പ്രദായങ്ങളെ നിങ്ങൾ കടമെടുക്കുന്നതിനെ തൊട്ട് ജാഗ്രത പാലിക്കണം. ഇത് ആവശ്യപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂൽ. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരം ഷിർക്കിൻ്റെ അംശങ്ങൾ കടന്നു വരുന്നതിനെ തൊട്ട് ജാഗ്രത പാലിക്കേണ്ടത് വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ തെളിമയുടെ ഭാഗമാണ്. എന്നാൽ അതിനു പകരം അതിനൊക്കെ ന്യായീകരിച്ചൊപ്പിച്ച് ആരെങ്കിലും കൊട്ടാൻ വടി കിട്ടുന്ന സമയത്ത് അത് അടിച്ചു എന്ന് വരുമ്പോഴും തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ധാരാളക്കണക്കിന് തെളിവുകൾ അവരുടെ തന്നെ മുൻ ഗ്രന്ഥങ്ങളിൽ ബർക്കത്തുള്ളതാണ്, പുണ്യങ്ങളുള്ളതാണെന്ന് പറഞ്ഞു വരുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം എന്താ പറയുക വൈരുദ്ധ്യങ്ങളുടെ കലവറയും നിലവറയുമായ സമസ്ത കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിവേകം യഥാർത്ഥത്തിൽ സാധാരണക്കാരായ വിശ്വാസികൾക്ക് പോലും പഠിച്ച് മനസ്സിലാക്കി ഉണ്ടാവണമെന്ന ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ വിഷയത്തിലൊക്കെ നൽകാനുള്ളത്. ഇതിൽ ഈ കൊളുത്താം കത്തിക്കാം എന്ന് തീരുമാനിക്കാനുള്ള മുഷാവറ കൂടിയല്ലോ. അതെ. അതേപോലെ തന്നെ ഇതിൻ്റെ കാരണം പറയുന്നത് പിന്നെ വൈദ്യുതി ലൈറ്റിന് വേണ്ടി എന്നല്ലേ. ഇത്രയും ഉയർന്ന സംവിധാനങ്ങളിലൊരു കാലത്ത് എന്തായാലും ഇപ്പോൾ ഒരു വെളിച്ചത്തിന് വേണ്ടി അത് പ്രസക്തിയല്ല. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു മുഷാവറ സമസ്ത കൂടിയിട്ട് എന്ത് ചെയ്യട്ടെ, നമുക്ക് എല്ലാ ജാറങ്ങളിൽ നിന്നും നിലവിളിക്ക് എടുത്തൊഴിവാക്കാം എന്നൊരു തീരുമാനം കൂടി വരികയാണെങ്കിൽ എന്തായി, ഇതിൽ വലിയ ആശ്വാസമായി. ഇതൊരു വിശ്വാസത്തെ ബാധിക്കണല്ലേ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത
പടച്ചോനെ നീ തന്നാലേ അതെനിക്ക് കിട്ടുള്ളൂ, നീ തടഞ്ഞത് എനിക്ക് ആരും തരില്ല. അതൊരു വിളക്ക് കത്തിക്കുമ്പം എനിക്ക് കിട്ടും, എൻ്റെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും എന്നൊരു വിശ്വാസം വരുന്ന ഒരവസ്ഥയെ 5 നേരവും നമസ്കാര ശേഷം അള്ളാഹുവിനോട് അള്ളാഹുവിൽ നിന്നാണ് ഗുണവും ഖൈറും ദോഷമൊക്കെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെ ഇതൊക്കെ അംഗീകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും ഏകദൈവ ആരാധനയാണ് ഇസ്ലാമിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നിന്നാണ് എല്ലാം പിന്നെ പടുത്തുയർത്തപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള ഇതര മതവിശ്വാസികൾ സഹോദരങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ വ്യക്തിപരമായി ഇതൊക്കെ പ്രചരിപ്പിക്കാൻ നടക്കുന്ന ആളുകൾക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത്തരം ആളുകൾ ഈ കുപ്രചരണങ്ങളിലൂടെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പടച്ചുവിടുന്നതിലൂടെ ഇവിടുത്തെ മുസ്ലിം പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ ദീന് കൊള്ളയടിക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായി ഇടപെടുകയും അവിടെ ശരിയായ നസീഹത്ത്, ദീൻ എന്താണ് എന്നുള്ളത്, നിലപാട് എന്താണ് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ദീനുള്ള എല്ലാവരുടെയും ബാധ്യതയാണ്, പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അതാണ് നമ്മളിവിടെ പിന്നെ നിർവഹിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോടുള്ള ആ ഒരു നസീഹത്ത് അത് ആവർത്തിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ശിർക്ക് അങ്ങേയറ്റം കഠിനമായ ഏറ്റവും വലിയ ദുരന്തമാണ്, പാപമാണ്. നമ്മളതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പരിശ്രമിക്കുക.